നമസ്കാരം, കെമിസ്ട്രി ട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സെപ്റ്റംബർ 2021 മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. ആകെ 2 മണിക്കൂറായിരുന്നു പരീക്ഷയുടെ സമയം. 60 മാർക്കിലായിരുന്നു ചോദ്യങ്ങൾ. 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നത്. ആദ്യത്തെ പാർട്ടിൽ ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 12, ഏതെങ്കിലും 6 എഴുതണം. 1 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ 3 മാർക്ക് വീതം. രണ്ടാമത്തെ സെക്ഷനിൽ ഏതെങ്കിലും 6 ചോദ്യങ്ങൾ എഴുതണം. 13 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങളിൽ ഇത് 4 മാർക്ക് വീതം. ലാസ്റ്റ് സെക്ഷൻ ഏതെങ്കിലും 3 എഴുതണം. 25 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഇത് 6 മാർക്ക് വീതം. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ചോദ്യം വന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 and b is equal to set 1, 2. Write a in roster form. Find a intersection b. Third a minus b. ഇങ്ങനെ 3 ചോദ്യങ്ങളായിട്ടാണ് 3 മാർക്കിന് ചോദിച്ചത്. ഇതിൻ്റെ ആൻസർ എ എന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ 1, 2, 3, 4, 5. ബി എന്ന സെറ്റ് തന്നിട്ടുണ്ട് 1, 2. എ ഇൻ്റർസെക്ഷൻ ബി എന്നത് കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ്, അത് ബി എന്ന സെറ്റ് തന്നെയാണ് 1, 2. എ മൈനസ് ബി എന്നാൽ എയിൽ മാത്രമുള്ളത് ബിയിൽ ആരിലും ഉണ്ട്, ഒഴിവാക്കണം. മിച്ചമുള്ളത് 3, 4, 5. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ലൈങ് ബിറ്റ്വീൻ 100 and 1000 വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കുകയും വേണം. 100 മുതൽ 1000 വരെയുള്ള നമ്പേഴ്സിന് ഇടയ്ക്കായിരിക്കുകയും വേണം. അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാൻ. 5ൻ്റെ മൾട്ടിപ്പിൾസ് 105, 110, 115 എക്സെട്ര 995 വരെയാണ്. ഇത് ആകെ 179 എണ്ണം ഉണ്ട്. ഇത് കാണാൻ Tn-T1/d+1 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാം. അപ്പോൾ Sn is equal to 179/2 into 2a, 2 into 105 plus 179 minus 1 into 5. ഇത് ചെയ്ത് വരുമ്പോൾ ആൻസർ കിട്ടുന്നു 98,450 എന്നാണ്. മൂന്നാമത്തെ ചോദ്യം ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിൽ നിന്ന് യൂസിങ് ബൈനോമിയൽ തിയറം എക്സ്പാൻഡ് ദ എക്സ്പ്രഷൻ 2x + 3 whole raised to 5. ഇത് 3 മാർക്കിനായിരുന്നു. ഇവിടെ 5 എന്ന് വന്നിരിക്കുന്നതുകൊണ്ട് 6 ടേംസ് ഉണ്ടാവും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 32x raised to 5 plus 240x raised to 4 plus 720x³ plus 360x² plus 810x plus 243 എന്നാണ്. അടുത്ത നാലാമത്തെ ചോദ്യം, ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f of x where f of x is equal to 2x plus 3 if x is less than or equal to 0, 3 into x plus 1 x is greater than 0. ഇങ്ങനെ 2 ഭാഗങ്ങളാക്കി തന്നിരിക്കുന്നു. 3 മാർക്കിൻ്റെ ചോദ്യം. ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എന്നും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എന്നും എടുക്കണം. 0 മൈനസ് എന്നാൽ എക്സിൻ്റെ വില 0ൽ കുറവായിരിക്കുമ്പോൾ ഫംഗ്ഷൻ 2x plus 3, എന്നിട്ട് എക്സിന് 0 കൊടുക്കുമ്പോൾ ഈ ഭാഗം പോയി മിച്ചം 3 എന്ന് കിട്ടും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എടുക്കുമ്പോൾ ഫംഗ്ഷൻ 3 into x plus 1, അവിടെ 0 കൊടുക്കുമ്പോൾ 3 into 1, 3 എന്ന് തന്നെ കിട്ടും. രണ്ടും ഒരേ ഉത്തരമായതുകൊണ്ട് നമുക്ക് പറയാം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f of x ഈസ് 3. ഇത് 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിൽ, ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 people 250 ക്യാൻ സ്പീക്ക് ഹിന്ദി, 200 ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഹിന്ദി എന്നതിനെ എ എന്നും ഇംഗ്ലീഷ് എന്നതിനെ ബി എന്നും വിളിച്ചാൽ n of a union b, ആകെയുള്ളവർ 400 പേർ. ഹിന്ദി സംസാരിക്കുന്നത് 250, ഇംഗ്ലീഷ് സംസാരിക്കുന്നത് 200. ഓൾസോ ഈച്ച് ക്യാൻ സ്പീക്ക് അറ്റ്ലീസ്റ്റ് 1 of these 2 ലാംഗ്വേജസ്. ഇതിലേതെങ്കിലും ഒന്ന് സംസാരിക്കുന്നവരാണ് എല്ലാവരും. ഹൗ മെനി സ്റ്റുഡൻസ് ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. രണ്ടും സംസാരിക്കുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇൻ്റർസെക്ഷനാണ് കാണേണ്ടത്. അതിന് n of a plus n of b minus n of a union b ചെയ്താൽ മതി. ആൻസർ ഇത് ചെയ്യുമ്പോൾ 50 എന്ന് കിട്ടും. ഇത് 3 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അടുത്ത ആറാമത്തെ ചോദ്യം, കൺസിഡർ ദ ലൈൻ 2x plus 3y minus 6 is equal to 0. Find its slope, y intercept. സ്ലോപ്പ് കാണാൻ തന്നിരിക്കുന്ന ചോദ്യത്തെ y is equal to എന്ന രീതിയിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ 3y is equal to minus 2x plus 6. ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ minus 2x/3 plus 6/3. ഇവിടെ നിന്ന് എക്സിൻ്റെ കൂടെയുള്ളത് -2/3, അതാണ് സ്ലോപ്പ്. y ഇൻ്റർസെപ്റ്റ് ആണ് 2. ഏഴാമത്തെ ചോദ്യം, കൺസിഡർ ദ ഇക്വേഷൻ y² is equal to 12x. ഇത് പരാബോള എന്ന ഭാഗത്തു നിന്നാണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോക്കസ്, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ഇവിടെ y² is equal to 4x എന്ന രീതിയിലാണ് ഈ ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ 4a is equal to 12, a is equal to 3 എന്ന് കിട്ടും. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കേണ്ടത് ഈ രീതിയിലാണ്. എക്സ് ആക്സിസിനെ നോക്കി, കാരണം ഇവിടെ x എന്ന് വന്നിരിക്കുന്നു. a എന്നത് 3 എന്ന് കിട്ടിയുകൊണ്ട് ഫോക്കസ് 3, 0 ആണ്.
അപ്പോൾ ഫോക്കസ് കിട്ടി 30. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് x+3 = 0. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 4a അതായത് 12. അടുത്ത 8ാമത്തെ ചോദ്യം ദ പോയിന്റ് 0, 2, 3 ലൈസ് ഇൻ, ഇത് ഏത് പ്ലെയിനിലാണെന്ന് ചോദിച്ചാൽ ഇവിടെ x 0 ആണ്, അപ്പോൾ YZ പ്ലെയിനിലാണ്. ആൻസർ ബി ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് P -3, 7, 2 ആൻഡ് Q 2, 4, -1. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുമ്പോൾ 2 - 3 സ്ക്വയർ പ്ലസ് 4 - 7 സ്ക്വയർ പ്ലസ് -1 - 2 സ്ക്വയർ. ഇത് ചെയ്തു വരുമ്പോൾ ആൻസർ കിട്ടുന്നു √43. രണ്ടാമത്തെ ചോദ്യം യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4 ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് തന്നിരിക്കുന്ന ചോദ്യത്തെ P of n എന്ന് വിളിക്കുന്നു. P of n = 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. അടുത്തത് n-ന് 1 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ 4 എന്ന് കിട്ടി, ഇത് ഡിവിസിബിൾ ബൈ 4 ആണ്, അതുകൊണ്ട് P of 1 ഈസ് ട്രൂ. അടുത്തത് അസ്യൂം k ഈസ് ട്രൂ, അതായത് n-ൻ്റെ സ്ഥാനത്ത് k കൊടുത്ത് എഴുതിയിരിക്കുന്നു, അതിനെ 4m എന്ന് വിളിക്കാം. അടുത്ത സ്റ്റെപ്പ് n-ന് k+1 കൊടുക്കുന്നു. അപ്പോൾ P of k+1 = 7k+1 - 3k+1. ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ 7k × 7 - 3k × 3. ഇവിടെ ഒരു നമ്പർ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നു, അതിതാണ് 7 × 3k മൈനസ് ചെയ്യുന്നു, പിന്നെ പ്ലസ് ചെയ്യുന്നു. ഇതിൽ കോമൺ ആയിട്ട് 7 ഉണ്ട്. 7 × 7k - 3k പ്ലസ് ഇതിൽ കോമൺ ആയിട്ട് 3k ഇങ്ങ് എടുത്താൽ മിച്ചം 7 - 3. ഇത് 4 ആണ്. ഇവിടുന്ന് ഇതിനെ 4m എന്ന് വിളിച്ചാൽ 4 കോമൺ ആയിട്ട് എടുക്കാം അടുത്ത സ്റ്റെപ്പിൽ. അപ്പോൾ 4 × 7m + 3k. ഇത് 4ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം k+1 ഇവിടെ ട്രൂ ആയി. therefore it is true for all natural numbers. 10ാമത്തെ ചോദ്യം കൺസിഡർ ദ എക്സ്പാൻഷൻ x - 2y whole raised to 12. ഫൈൻഡ് ഇറ്റ്സ് ജനറൽ ടേം, ഫോർത്ത് ടേം. ജനറൽ ടേം എന്നത് r തന്നെ കൊടുത്തെഴുതുന്നതാണ്, അതായത് tr+1 = 12cr x raised to 12 - r - 2y raised to r. ഇതാണ് ജനറൽ ടേം. ഫോർത്ത് ടേം കാണാൻ r-ൻ്റെ സ്ഥാനത്ത് 3 എന്ന് കൊടുത്തു കഴിയുമ്പോൾ t4 = 12c3 - 2 raised to 3 x raised to 12 - 3 y raised to 3. ഇത് ചെയ്തു വരുമ്പോൾ -1760 x raised to 9 y raised to 3 എന്ന് കിട്ടും. അടുത്ത 11ാമത്തെ ചോദ്യം ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദ പോയിൻറ്റ്സ് 4, 8, 10 ആൻഡ് 6, 10, -8 ഈസ് ഡിവൈഡഡ് ബൈ XY പ്ലെയിൻ. ഈ XY പ്ലെയിൻ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ Z 0 ആണ്, അതായത് ഇവിടെ റേഷ്യോ k:1 എന്ന് എടുക്കുന്നു. k × -8, കാരണം Z 0 ആയതുകൊണ്ട് ലാസ്റ്റ് ഭാഗം മാത്രം ചെയ്താൽ മതി. k × -8 പ്ലസ് 1 × 10 ബൈ k+1 = 0. അപ്പോൾ -8k = -10 എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 0 ആയിപ്പോയി. -8k = -10. k = 10/8, അതായത് 5/4 എന്ന് കിട്ടി. അപ്പോൾ റേഷ്യോ 5:4. 12ാമത്തെ ചോദ്യം റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് എവരി നാച്ചുറൽ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0. നെഗേഷൻ എഴുതാൻ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ചേർത്ത് ആ ചോദ്യം അതുപോലെ എഴുതിയാൽ മതി. രണ്ടാമത്തെ കോൺവേഴ്സും കോൺട്രാപോസിറ്റീവും എഴുതാനാണ്. ഇഫ് എ നമ്പർ n² ഈസ് ഈവൻ ദെൻ n ഈസ് ഈവൻ. ഇവിടെ കോൺവേഴ്സ് എന്നത് ചുമ്മാ തിരിച്ചെഴുതുന്നു, അതായത് ഇഫ് എ നമ്പർ n ഈസ് ഈവൻ ദെൻ n² ഈസ് ഈവൻ. കോൺട്രാപോസിറ്റീവ് എന്നത് ഇഫ് എ നമ്പർ n ഈസ് നോട്ട് ഈവൻ ദെൻ n² ഈസ് നോട്ട് ഈവൻ. അങ്ങനെ തിരിച്ചെഴുതുകയും നോട്ട് ചേർക്കുകയും കൂടെ ചെയ്യുന്നതാണ് കോൺട്രാപോസിറ്റീവ്. ഇത് 2, 1, 3 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അടുത്ത 13ാമത്തെ ചോദ്യം മുതൽ 4 മാർക്കാണ്. ചോദ്യം a = സെറ്റ് 1, 2, 3 നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. എയിൽ നിന്ന് കിട്ടാവുന്ന സബ്സെറ്റുകളുടെ എണ്ണം ഇവിടെ 3 എലമെൻ്റ് ഉള്ളതുകൊണ്ട് 2³ 8 ആണ്, അതായത് C ആണ് ആൻസർ. റൈറ്റ് ഓൾ സബ്സെറ്റ് ഓഫ് എ ഹാവിങ് 2 എലമെൻറ്റ്സ്. 2 എലമെൻറ്റ്സ് ഉള്ള എല്ലാ സബ്സെറ്റും എഴുതാൻ പറഞ്ഞാൽ 1, 2, 2, 3, 1, 3. എ കോംപ്ലിമെൻറ്റ് കാണാൻ ചോദിച്ചിരിക്കുന്നു. എ കോംപ്ലിമെൻറ്റ് എന്നത് 4, 5, 6 ആണ്, കാരണം എയിലില്ലാത്ത എലമെൻറ്റ്സ്. 14ാമത്തെ ചോദ്യം ഇഫ് x + 1, y - 2 = 3, 1 then find the value of x and y. Let a = set 1, 2, 3, b = set 3, 4. Find a cross b. ഇവിടെ x + 1 എന്നത് 3ക്ക് തുല്യം, അപ്പോൾ x = 3 - 1 2 എന്ന് കിട്ടും. y - 2 = 1 എന്ന് എടുത്താൽ y = 1 + 2 3 എന്ന് കിട്ടും. അതുപോലെ എയും ബിയും തന്നിട്ടുണ്ട്. എ ക്രോസ് ബി കാണാൻ പറഞ്ഞാൽ 1, 3, 1, 4, 2, 3, 2, 4, 3, 3, 3, 4. ഇതാണ് എ ക്രോസ് ബി. 15ാമത്തെ ചോദ്യം ട്രിഗ്നോമെട്രിയിൽ നിന്ന്
If cos x is equal to minus 1 by 2, x lies in third quadrant, find the value of sin x and tan x. Prove that sin square pi by 6 plus cos square pi by 3 is equal to 1 by 2. ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് 4 മാർക്കിന്. cos x is equal to minus 1 by 2. cos എന്നാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഒരു ട്രയാങ്കിൾ വരച്ച് അഡ്ജസൻറ്റ് സൈഡിന് 1 എന്നും ഹൈപ്പോട്ടന്യൂസിന് 2 എന്ന് കൊടുത്തു. പൈതഗോറസ് തിയറം വെച്ച് ഈ സൈഡ് √3 എന്ന് കിട്ടും. സൈൻ എന്നാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് √3, ഹൈപ്പോട്ടന്യൂസ് 2. ടാൻ എന്നാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, √3/1 അതായത് √3. ഇത് സൈൻ കൊടുക്കുന്നത് ക്വാഡ്രൻറ്റ് തേർഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ ടി എന്നാണുള്ളത്, അതായത് ടാൻ. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടുമാണ് പോസിറ്റീവ്. അപ്പോൾ സൈൻ എന്നത് നെഗറ്റീവ്, ടാൻ എന്നത് പോസിറ്റീവ്. രണ്ടാമത്തെ ചോദ്യത്തിൽ സൈൻ π/6ൻ്റെ വില 1/2 ആണ്, അതിൻ്റെ സ്ക്വയർ പ്ലസ് കോസ് π/3 എന്ന് പറഞ്ഞാലും 1/2 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 1/4 പ്ലസ് 1/4 ആൻസർ 1/2. ഇതാണ് റൈറ്റ് സൈഡ്. 16ാമത്തെ ചോദ്യം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നിന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ചോദ്യമായിരുന്നു. പി ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഈ തന്ന ചോദ്യം അതുപോലെ എഴുതി. എൻ ഇസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ നമ്പർ 1, അപ്പുറത്ത് 1 കൊടുത്തു കഴിയുമ്പോൾ 1 എന്ന് തന്നെ കിട്ടുന്നു. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു n ഇസ് ഈക്വൽ ടു 1 ഈസ് ട്രൂ. അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ. എൻ കിടക്കുന്നിടത്ത് കെ കൊടുത്ത് എഴുതിയതാണിത്. അടുത്ത സ്റ്റെപ്പ് k+1 ശരിയാണെന്ന് നോക്കുന്നു. അപ്പോൾ പി ഓഫ് k+1 ഇസ് ഈക്വൽ ടു കെ വരെയുള്ള ഭാഗം അതുപോലെ എഴുതി 3k+1 -1, അതായത് കെയുടെ സ്ഥാനത്ത് വീണ്ടും k+1 എന്ന് കൊടുത്ത് എഴുതുന്നു. ഇത്രയും ഭാഗത്തിന് 3k-1 വരെയുള്ളതിന് 3k-1/2 എന്ന് എഴുതാം. പ്ലസ് 3k. ഈ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 3k-1 പ്ലസ് 2 × 3k/2 എന്ന് വരും. ഇത് രണ്ടുകൂടെ ചേരുമ്പോൾ 3 × 3k-1/2. ഇത് 3k+1 -1/2 എന്ന് എഴുതാം. അതായത് പി ഓഫ് k+1 ഈസ് ട്രൂ. ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഇറ്റ് ഈസ് ട്രൂ ഫോർ all natural numbers. ചോദ്യം which of the following is the value of i⁻⁹? i⁻⁹ എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. 9 എന്നതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 എന്ന് വരും. i⁻1 എന്നാൽ i തന്നെ. അപ്പോൾ ആൻസർ ബി ആണ് ശരി. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ 3 × 7 + i7 + i × 7 + i7. ഇത് ഓപ്പൺ ചെയ്ത് a+ib ഫോമിൽ എഴുതാനാണ് ചോദ്യം. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ 28, i ഉള്ളത് രണ്ടുകൂടെ ചേർത്ത് 28i എന്നും കിട്ടും. ഇപ്പോൾ ഇത് a+ib ഫോമിലായി. 18ാമത്തെ ചോദ്യം പോളാർ ഫോമാണ്. റെപ്രസെൻറ്റ് ദ കോംപ്ലക്സ് നമ്പർ z = 1 + i√3 ഇൻ ദ പോളാർ ഫോം. പോളാർ ഫോം എന്നത് z = r × cos θ + i sin θ ആണ്. ഇവിടെ റിയൽ പാർട്ട് r cos θ എന്നത് 1ന് തുല്യം, ഇമാജിനറി പാർട്ട് r sin θ അത് √3ക്ക് തുല്യം. ഇത് tan θ കാണുന്നു, അതായത് സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ tan θ = √3 എന്ന് വരും. തീറ്റ എന്നത് 60 ആകുമ്പോഴാണ് √3 കിട്ടുന്നത്. അപ്പോൾ π/3 അതായത് തീറ്റ π/3 എന്ന് കിട്ടി. r കണ്ടുപിടിക്കാൻ മോഡുലസ് z = √a² + b². a എന്നത് 1ഉം b എന്നത് √3ഉമാണ്. സ്ക്വയർ ചെയ്ത് കൂട്ടുമ്പോൾ 2 എന്ന് കിട്ടും. z = 2 × cos π/3 + i sin π/3 ആണ് പോളാർ ഫോം. 19ാമത്തെ ചോദ്യം nc8 = nc2 then n is n എന്നത് 8 + 2 10ന് തുല്യം. ഓപ്ഷൻ ഡി ആണ് ശരി. നമ്പർ ഓഫ് കോഡ്സ് കാണാൻ രണ്ടാമത്തെ ചോദ്യം. 21 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 21c2 അതായത് 21 ഫാക്ടോറിയൽ ബൈ 21 - 2 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. ഇത് ചെയ്യുമ്പോൾ 21 × 20 × 19 ഫാക്ടോറിയൽ വരെ എഴുതി. ബൈ 19 ഫാക്ടോറിയൽ ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. 2 കൊണ്ട് 20യെ കട്ട് ചെയ്യുമ്പോൾ 10 എന്ന് വരും. 210 ആണ് ആൻസർ. 20ാമത്തെ ചോദ്യം how many 3-digit numbers can be formed using the digits 1, 2, 3, 4 and 5? Assume that the repetition of the digit is not allowed. Find the number of permutation of all letters of the word Allahabad. ഇവിടെ 1, 2, 3, 4, 5 എന്ന് വരെ തന്നിരിക്കുന്നു. അപ്പോൾ 5 നമ്പേഴ്സ് ഉണ്ട്, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 3 ഡിജിറ്റുള്ള നമ്പർ ഉണ്ടാക്കണം. അപ്പോൾ 5 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ആദ്യം വരാം. ഒരെണ്ണം അവിടെ ഫിക്സ് ചെയ്താൽ പിന്നെ 4, പിന്നെ 3. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആൻസർ 120 എന്ന് കിട്ടും. അടുത്ത അലഹബാദ് എന്നതിലെ പെർമ്യൂട്ടേഷൻ, അവിടെ ആകെയുള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം 9. അപ്പോൾ 9 ഫാക്ടോറിയൽ ബൈ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എ 4 എണ്ണം, എൽ 2 എണ്ണം. അപ്പോൾ 4 ഫാക്ടോറിയൽ ബൈ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ കിട്ടുന്നു 7560. 21ാമത്തെ ചോദ്യം ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ പെർപെൻഡിക്കുലർ ടു ദ ലൈൻ x - 7y + 5 = 0 ആൻഡ് പാസിംഗ് ത്രൂ 2 - 5.
ഒരു ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ പ്രത്യേകത അതിൻ്റെ സ്ലോപ്പ് ഈ ലൈൻ്റെ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കലിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ കാണുമ്പോൾ 1/7 എന്ന് കിട്ടും. പെർപെൻഡിക്കുലർ ലൈൻ്റെ സ്ലോപ്പ് -7, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൈനസ് ഇട്ടാൽ മതി. പോയിൻറ്റ് 2 - 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ y - y1 അതായത് -3 = -7 × x - 2. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ y + 3 = -7x + 14. ആൻസർ y = -7x + 11 എന്ന് വരും. 22ാമത്തെ ചോദ്യം, കൺസിഡർ ദ എലിപ്സ് ഹൂസ് വെർട്ടിസസ് ആർ ±5 0 ആൻഡ് ഫോക്കൈ ±4 0. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്, ഫൈൻഡ് ദ എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ്. ഇവിടെ വെർട്ടിസസ് തന്നിരിക്കുന്നു ±5 0. അപ്പോൾ വെർട്ടിസസ് എന്നത് എക്സ് ആക്സിലാണ് ഇവിടെ വന്നിരിക്കുന്നത്, -5ഉം +5ഉം. ഫോക്കസ് എന്ന് തന്നിരിക്കുന്നു അല്ലെ, ഫോക്കൈ 4 0, -4ഉം +4ഉമാണിത്. എ എന്നത് 5, സി എന്നത് 4. അപ്പോൾ c² = a² - b². ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ b = 3 എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ x² / a² + y² / b² = 1 എന്ന ഫോമിലായതുകൊണ്ട് a എന്നത് 5, b എന്നത് 3 കൊടുത്തു കഴിയുമ്പോൾ ആൻസർ കിട്ടുന്നു x² / 5² + y² / 3² = 1. അതിനെ നമുക്ക് x² / 25 + y² / 9 = 1 എന്ന് എഴുതാം. ഇതിൻ്റെ കൂടെ എസെൻട്രിസിറ്റി കാണാൻ ചോദിച്ചിരിക്കുന്നു. എസെൻട്രിസിറ്റി എന്നത് c/a ആണ്, അതായത് 4/5. 23ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x × x² + 2x + 1. രണ്ടാമത് x + 1/x. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ്. y = ഈ തന്ന ചോദ്യത്തെ y എന്ന് എഴുതുന്നു. കാരണം ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ ആദ്യം y = എന്ന് എഴുതണം. ഇത് വേണമെങ്കിൽ പ്രോഡക്റ്റ് റൂൾ ചെയ്യാം, പക്ഷേ എളുപ്പം ഇതങ്ങ് ഓപ്പൺ ചെയ്താൽ x³ + 2x² + x എന്ന് കിട്ടും. ഇതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 3x² + 4x + 1 ആണ് ആൻസർ. അടുത്തത് കോഷ്യൻ റൂൾ. തന്ന ചോദ്യത്തെ y = എന്ന് എഴുതിയിട്ടുണ്ട്. dy/dx = ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ ഉള്ളത് x + 1 ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 1 മൈനസ് x + 1 ഇൻറ്റു താഴത്തേൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ താഴത്തേൻ്റെ സ്ക്വയർ, അതായത് x². ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ x - x -1 എന്ന് വരും. എക്സും എക്സും ക്യാൻസലായി -1/x² ആണ് ആൻസർ. 24ാമത്തെ ചോദ്യം, പ്രൂവ് ബൈ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ √5 ഈസ് ഇറാഷണൽ. ഇതിനാദ്യം അസ്യൂം √5 ഈസ് റാഷണൽ എന്നെഴുതുന്നു. √5 = p/q, 5 = p²/q². ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ p² = 5q². അപ്പോൾ p² is a multiple of 5, p is a multiple of 5. p = 5m എന്നെടുത്താൽ സ്ക്വയറിംഗ് ബോത്ത് സൈഡ് p² = 5m². അപ്പോൾ p² = 25m². p² എന്നത് 5q² എന്ന് കൊടുത്തു കഴിയുമ്പോൾ 5q² = 25m². ഇവിടെ q² ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 5m² എന്ന് വരും. അപ്പോൾ q² is a multiple of 5, q is a multiple of 5. അതുകൊണ്ട് നമുക്ക് പറയാം q and p have common factor 5. It contradicts our assumption, therefore √5 is irrational. ചോദ്യം മുതൽ 6 മാർക്കിൻ്റെയാണ്. Draw the graph of the function f such that R2 are defined by f of x = modulus x. മോഡുലസ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് ഈ രീതിയിലാണ്, വി ഷേപ്പിൽ. അടുത്തത് a = ഒരു സെറ്റ് തന്നിരിക്കുന്നത് 1 മുതൽ 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ്. R be the relation from a to a defined by R = xy, y = x + 1. അതായത് എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ 1 കൂടുതലാണ് y, അതായത് 1 കൊടുത്തു കഴിയുമ്പോൾ 2 കിട്ടുന്നു, 2 കൊടുക്കുമ്പോൾ 3, 3ക്ക് 4, 4ന് 5, 5ന് 6. ഇത് ഒരു ആരോ ഡയഗ്രാം വരച്ച് കാണിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡൊമൈനും ചോദിച്ചിരിക്കുന്നു. ആരോ ഡയഗ്രാം വരച്ചിരിക്കുന്നത് ഈ രീതിയിലാണ്. 1ന് 2, 2ന് 3, 3, 4, 4, 5, 5, 6. കൊടുത്ത വിലകളാണ് ഡൊമൈൻ. അപ്പോൾ 1, 2, 3, 4, 5 ആണ് ഡൊമൈൻ. 6ാമത്തെ ചോദ്യം മോഡലിന് വന്ന അതേ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 75. sin 75 കാണാൻ sin 45 + 30 എന്ന് എഴുതുന്നു. ഇത് sin a + b എന്ന ഫോമിലാണ്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ √3 + 1/2 √2 എന്ന് കിട്ടും. രണ്ടാമത് ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. sin c + sin d cos c + cos d എന്ന രീതിയിൽ ചെയ്ത് കഴിയുമ്പോൾ tan 4x എന്ന് കിട്ടും. നോക്കുക, ഇവിടെ c എന്നും ഇത് d എന്നും കൊടുത്തു. ഇതിൻ്റെ sin c + sin d യുടെ ഫോർമുല 2 sin c + d/2 × cos c - d/2. താഴെ cos c + cos d എന്നത് 2 cos c + d/2 × cos c - d/2. ഇവിടെ ഒരുപോലുള്ളതെല്ലാം ക്യാൻസലാക്കിയാൽ മിച്ചം sin cos, അതായത് tan. ഇവിടെ അകത്ത് വരുന്നത് 8x/2 4x എന്നാണ്. അപ്പോൾ tan 4x ആണ് ആൻസർ. 27ാമത്തെ ചോദ്യം ഇൻഇക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന് വന്നതാണ്.
സോൾവ് ദ സിസ്റ്റം ഓഫ് ഇൻഇക്വാളിറ്റീസ് ഗ്രാഫിക്കലി 2x plus y greater than or equal to 6, 3x plus 4y less than or equal to 12, x and y greater than or equal to 0. ഇവിടെ ആദ്യം ഈ തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റി മാറ്റി ഈക്വൽ ടു ആക്കി എഴുതി. എന്നിട്ട് എക്സിന് 0 കൊടുത്തപ്പോൾ y 6 എന്നും വൈക്ക് 0 കൊടുക്കുമ്പോൾ 2x is equal to 6 അവിടെ നിന്ന് x is equal to 3 എന്നും കിട്ടും. അപ്പോൾ പോയിൻറ്റ്സ് 0 6ഉം 3 0യും. പോയിൻറ്റ്സ് 0 6ഉം 3 0യും മാർക്ക് ചെയ്ത് ഗ്രാഫ് വരയ്ക്കാം. രണ്ടാമത്തെ ലൈൻ 3x പ്ലസ് 4y ഈക്വൽ ടു 12 എന്ന് എഴുതി. എക്സിന് 0 കൊടുക്കുമ്പോൾ 4y 12 y is equal to 3 എന്ന് കിട്ടും. വൈക്ക് 0 കൊടുത്തു കഴിയുമ്പോൾ 3x is equal to 12 x is equal to 4 എന്ന് കിട്ടും. അങ്ങനെ 3 0 3യും 4 0യുമാണ് ഈ പോയിൻറ്റ്സ്. ഇത് ജോയിൻ ചെയ്ത് ഗ്രാഫ് വരച്ചിരിക്കുന്നത് നോക്കുക. ഗ്രാഫ് വരച്ചിരിക്കുന്നത് 0 6ഉം 3 0യും ജോയിൻ ചെയ്ത് ആദ്യത്തെ ലൈൻ വരച്ചു. അത് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗം മുകളിലേക്ക് ഗ്രേറ്റർ ദാൻ എന്ന് കിടപ്പുണ്ട്. രണ്ടാമത്തത് 0 3യും 4 0യുമാണ്. അത് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചിരിക്കുന്നു. ലെസ് ദാൻ എന്ന് കിടക്കുന്നതുകൊണ്ട് അത് താഴോട്ട്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇത്രയുമാണ്. ഇവിടം ആണ് ഷെയ്ഡ് ചെയ്യേണ്ട സ്ഥലം. ഇതിനെ ഫീസിബിൾ റീജിയൻ എന്ന് പറയും. ഇത്രയും ചെയ്യുന്നതിന് 6 മാർക്കാണ്. എട്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ 12th ടേം ഓഫ് ദി ജോമെട്രി പ്രോഗ്രഷൻ 5 25 125. 12ാമത്തെ ടേം കാണാൻ പറഞ്ഞിരിക്കുന്നു. എ എന്നത് 5, ആർ എന്നതും 5, T12 is equal to AR raised to 11. എ 5 കൊടുത്തിരിക്കുന്നു, ആർ 5 raised to n എന്നത് 11. അപ്പോൾ 5 into 5 raised to 11 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 5 raised to 12 എന്ന് എഴുതാം. കാരണം a raised to m into a raised to n എന്നാൽ a raised to m plus n ആണ്. അടുത്ത ഇതിൻ്റെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദി സീക്വൻസ്. ചോദ്യം നമുക്ക് ഇങ്ങനെ എഴുതാം. Sn is equal to 8 plus 88 plus 888 plus etc. n ടേംസ്. ഇവിടെ 8 വെളിയിലെടുത്താൽ 8 into 1 plus 11 plus 111 plus etc. n ടേംസ്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് 9 എന്നതിലെ 10 - 1, ഇത് 100 - 1 1000 - 1 ഇങ്ങനെ എഴുതി. 10 100 1000s എല്ലാം ഒരുമിച്ച് എഴുതിയിരിക്കുന്നു. -1കളെല്ലാം കൂടെ ചേർത്ത് n, അതായത് n ഒന്നുകളുണ്ട്. ഇതിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ a into r raised to n minus 1 by r minus 1 ആണ്. അപ്പോൾ ഇവിടെ a എന്നത് 10 into 10 raised to n minus 1 by 10 minus 1 എന്നത് 9 minus n. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ആൻസറായി. 29ാമത്തെ ചോദ്യം, മീൻ, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ്. ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ലാണ് തന്നത്. അപ്പോൾ ആദ്യം ക്ലാസ് ഇൻ്റർവെൽ അതുപോലെ എഴുതി. രണ്ടാമത് ഫ്രീക്വൻസി, ഇതിൻ്റെ മിഡ് വാല്യൂ ആണ് മൂന്നാമത്തെ കോളം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് FI XI. ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ കിട്ടുന്നത് 3100 by 50 ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് മീൻ. ആ മീൻ എന്നത് എല്ലാ XIയിൽ നിന്ന് കുറച്ച് എഴുതുമ്പോൾ കിട്ടുന്നതിനെ സ്ക്വയർ ചെയ്യുന്നു. അതാണ് ഈ കോളം. ഇതിനെ FI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ലാസ്റ്റ് കോളം. ആ ആൻസർ നോക്കുക, 10050. ഇതിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വേരിയൻസ് കിട്ടും. വേരിയൻസ് എന്നത് നോക്കുക 201. ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായി 14.18. 30ാമത്തെ ചോദ്യം, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. 2 പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ ഓക്കേഴ്സ്. ഒരു ടെയിലെങ്കിലും കിട്ടാനുള്ള സാധ്യത. 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്താൽ കിട്ടാവുന്ന സാമ്പിൾ സ്പേസ് HH, HT, TH, TT. ഇതിൽ ഒരു പ്രാവശ്യമെങ്കിലും ടെയിൽ എന്നത് ഇവിടെ 3 പ്രാവശ്യമുണ്ട്. അപ്പോൾ 3/4 ആണ് ആൻസർ. പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ 3/4. രണ്ടാമത്തെ ചോദ്യം, E and F are two events such that P of E 1/4, P of F 1/2, P of E intersection F 1/8. Find P of E or F, P of not E or not E and not F. Or എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് P of E യൂണിയൻ F ആണ്. അപ്പോൾ 1/4 plus 1/2 minus 1/8 ചെയ്താൽ മതി. അപ്പോൾ ആൻസർ 5/8 എന്ന് കിട്ടും. അടുത്തത് P of not E intersection not F. അത് 1 minus P of E യൂണിയൻ F ആണ്. ചെയ്യുമ്പോൾ ആൻസർ 3/8 എന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇന്ന് നടന്ന +1 പരീക്ഷയുടെ ആൻസർ കീ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.